കയ്യിൽ 300 രൂപയുമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തിരിക്കുന്നത്. യാത്ര കേരളത്തിന് പുറത്തേക്ക് തന്നെയാണ്. എങ്ങനെ ചെലവ് കുറിച്ച് യാത്ര ചെയ്യാം എന്നറിയുവാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. യാത്ര പതിവ് പോലെ തൃശ്ശൂർ തന്നെയാവാം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന തൃശ്ശൂർ, പാലക്കാട്, കൊല്ലങ്കോട്, പഴനി വഴി മധുരയ്ക്ക് പോകുന്ന ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 8:15 കൂടിയിട്ടാണ് ഈ ട്രെയിൻ എടുക്കുക. തൃശ്ശൂർ അത് പുലർച്ചെ 2:20 എത്തും. 3-3:30 കൂടി തന്നെ പാലക്കാട് എത്തുന്ന ട്രെയിൻ ഏകദേശം ഒരു 6-6:30 കൂടിയിട്ട് പഴനി പിന്നിടും. അപ്പോൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്നല്ലേ? പഴനിക്കോ മധുരയ്ക്കോ ഒന്നുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഡിണ്ടിഗലിലേക്കാണ്. പക്ഷേ ഈ യാത്ര സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് പഴനിയും മധുരയും ഇതേ റൂട്ടിൽ തന്നെ ഈ ട്രെയിൻ സന്ദർശിക്കാവുന്നതാണ്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം തമിഴ്നാടാണ്. അതുകൊണ്ട് 2 ദിവസം ഒഴിവ് കിട്ടിയാലോ അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചാലോ ആദ്യം ചിന്ത പോകുക തമിഴ്നാട്ടിലേക്ക് തന്നെ. ഈ കൃഷി സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയും അവിടുത്തെ കൃഷികളും അവരുടെ സംസ്കാരവും എന്നും മനസ്സിനൊരു സന്തോഷം തന്നെയാണ്. ഏകദേശം 8 മണിയോട് കൂടി നമ്മുടെ ഡെസ്റ്റിനേഷനായ ഡിണ്ടിഗലിലേക്ക് എത്തി. ഡിണ്ടിഗൽ ജംഗ്ഷനാണ് നിങ്ങളീ കാണുന്നത്. ഒരു ചായ കുടിച്ചിട്ടാവാൻ ബാക്കി യാത്ര. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്നുള്ള ചെറിയൊരു കടയിൽ കയറി ചായയും ഒരു മുറുക്കും കഴിച്ചു. തമിഴ്നാടിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ കോലം വരയ്ക്കൽ. രാവിലെ തന്നെ എണീറ്റ് മിറ്റമടിച്ച് അവരെല്ലാവരും കോലം വരയ്ക്കും. അതിന് മുന്നോട്ട് നടന്നു പോകാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഈ ചുമപ്പും വെള്ളയും അടിച്ച മതിലുകളുള്ള അമ്പലങ്ങളും. ഈ യാത്ര ഡിണ്ടിഗലിലെ മലൈക്കോട്ട എന്നറിയപ്പെടുന്ന ഡിണ്ടിഗൽ ഫോർട്ടിലേക്കാണ്. അവിടേക്കുള്ള നടത്തത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. നമ്മുടെ തെരുവുകളെക്കാളും തമിഴ്നാട്ടിലെ തെരുവുകൾ തികച്ചും വ്യത്യസ്തമാണ്. ഇതുപോലെ അടുപ്പിച്ചുള്ള വീടുകളും ഈ വീടുകളുടെ മുമ്പിലുള്ള കോലങ്ങളും അവരുടെ വണ്ടികളും എല്ലാം കേരളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇവിടുത്തെ ദോശ കഴിക്കുക എന്നുള്ളതാണ്. ദോശയും ഉഴുന്നുവടയും. ഒരു വൃത്തിയുള്ള ചെറിയൊരു ഹോട്ടൽ കണ്ടു. അവിടെ കയറി രാവിലത്തെ ദോശയും സാമ്പാറും കഴിച്ചു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ കാണുന്ന മലയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതിലേക്കുള്ള വഴി കുറച്ചും കൂടെ നടക്കണം. പക്ഷേ ഈ അമ്പലം കണ്ടപ്പോൾ കയറാതിരിക്കാൻ തോന്നിയില്ല. പതുക്കെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. നട അടച്ച സമയമായിരുന്നു. ഞങ്ങൾ പതുക്കെ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേനും സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഈ കാഴ്ച ഞങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ തോന്നിയില്ല. ഇവിടെയുള്ളൊരു ചെറിയ അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ മുകളിൽ ചുമരുമയായിട്ട് കുരിശും ശൂലവും പിന്നെ ചന്ദ്രകലയും എല്ലാം കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഈ മലയുടെ താഴെ എത്തി. ഇതിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവാടം കടന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 25 രൂപയാണ് ഇവർ ഒരാൾക്ക് മേടിക്കുന്ന ടിക്കറ്റ് ചാർജ്. ഈ പാറ തന്നെ കുത്തി ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. ഉച്ച സമയമായിരുന്നു. പക്ഷേ മഴക്കാരെന്തോ തലയ്ക്ക് മുകളിലൊരു കുട പോലെ വന്നതുകൊണ്ട് വെയിൽ കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ഞങ്ങൾ പതുക്കെ സ്റ്റെപ്പുകൾ കയറി. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്. അത് പതിയെ പതിയെ കയറി. അതും ഈ പാറ തന്നെ കൊത്തി ഉണ്ടാക്കിയതായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അത് കാണാൻ. കുന്ന് കയറി പകുതിയെത്തി. അപ്പോൾ തന്നെ ശരിക്കും ക്ഷീണിച്ചോട്ടാ. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ ഡിണ്ടിഗൽ എന്ന് പറയുന്നത് ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ്. ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കോട്ട കാണാം. ഈ കോട്ടയുടെ മൂലക്കിലായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ വിളക്കുകളുടെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ ഡിണ്ടിഗൽ ടൗൺ പൂർണ്ണമായി തന്നെ കാണാം. കോട്ടയിലേക്ക് പ്രവേശിക്കാൻ വലിയൊരു കോട്ടവാതിലുണ്ട്. അതിനുള്ളിലൂടെ കിടക്കണം. ഈ കോട്ടയുടെ പഴമയും പാരമ്പര്യവും ഈ വാതിലിൽ തന്നെ എടുത്തറിയാൻ സാധിക്കും. മരം കൊണ്ട് നിർമ്മിച്ചൊരു വാതിലാണ്. അതിൽ ഇരുമ്പ് കൊണ്ടുള്ള പല ആണികളും പിടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാതിൽ കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനൊരു അകത്തളമാണ് കാണുക. ഇതിലെ കയറിയാൽ കോട്ടയുടെ മതിലിൽ പ്രവേശിക്കാൻ സാധിക്കും. പിന്നീട് രണ്ടാമതൊരു വാതിൽ വരുന്നുണ്ട്.
ഈ വാതിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് തുരങ്കം പോലെയുള്ള ഒരുപാട് അറകൾ നമുക്ക് കാണാൻ പറ്റും. കഷ്ടി ഒരു മനുഷ്യന് നിവർന്ന് നിൽക്കാവുന്ന ഹൈറ്റേ ഉള്ളൂ. പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് കിടന്നു. പക്ഷേ ഈ അറകൾ ഈ മലയ്ക്ക് ചുറ്റുമുള്ള കോട്ടയിലൂടെ മുഴുവൻ ഒരു തുരങ്കം പോലെ സഞ്ചരിക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന പല ബിൽഡിങ്ങുകൾ കാണാം. കോട്ടയ്ക്കുള്ളിൽ ഇതുപോലെ പീരങ്കികൾ നിരത്തി വെച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. പീരങ്കികളെല്ലാം അവർ അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ കോട്ട കാണുമ്പോൾ മനസ്സിലൂടെ ആദ്യം വരുന്നത് മോഹൻലാലിൻ്റെ കാലാപ്പാനിയും മലൈക്കോട്ട വാലിബനും മമ്മൂട്ടിയുടെ പഴശ്ശിരാജയൊക്കെയാണ്. പീരങ്കികളെല്ലാം അവിടെ ഉറപ്പിച്ച് വെച്ചേക്കാണ്. ഇളക്കി മാറ്റാവുന്ന രൂപത്തിലല്ലായിരുന്നു, പക്ഷേ കുറച്ചെണ്ണം നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. കൃത്യമായി സംരക്ഷിക്കാത്തതിൻ്റെയാണോ അതോ ടൂറിസ്റ്റുകൾ വന്ന് നശിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ചില പീരങ്കികളുടെ ഉള്ളിൽ ഉണ്ട അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതാണ് ഈ പീരങ്കി സ്ഥാപിച്ചിരിക്കുന്ന ഈ മതിലിന് മുകളിൽ നിന്നുള്ള വ്യൂ. ചുറ്റുപാട് നോക്കിയാലും മലകളും അതിന് താഴെയായിട്ട് ഡിണ്ടിഗൽ ടൗണും കാണാം. ഡിണ്ടിഗൽ ടൗണിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, പഴനിക്കും മധുരയ്ക്കും ഈക്വൽ ഡിസ്റ്റൻസാണ് ഇവിടെ നിന്നുള്ളത്. രണ്ടാമത്, കൊടൈക്കനാൽ മലനിരകളുടെ താഴെയായിട്ടാണ് ഈ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ഈ പാറയുടെ മുകളിൽ ചെറിയ 2 ജലാശയങ്ങളുമുണ്ട്, പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളങ്ങൾ സംരക്ഷിക്കാൻ. കോട്ടയെത്തിയപ്പോൾ വിചാരിച്ചു മല പൂർണ്ണമായി കയറി കഴിഞ്ഞുവെന്ന്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ഇവിടെ നിന്ന് കയറി അത്രയും തന്നെ പിന്നെയും കയറിയാലാണ് മുകളിലായിട്ട് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അഭിരാമി അമ്മൻ കാളഹേശ്വർ ക്ഷേത്രം, അതാണ് ഈ ക്ഷേത്രത്തിലെ പേര്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ഡിണ്ടിഗൽ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മധുര നായ്ക്കർ രാജവംശമാണ് ഈ കോട്ടയും കോവിലും നിർമ്മിച്ചത്. മുകളിലെത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ അമ്പലത്തിൻ്റെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതായിരുന്നില്ല. തമിഴ്നാട്ടിലെ പല അമ്പലങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ പഴക്കം തോന്നിക്കുന്ന ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന മറ്റൊരു അമ്പലം എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ പ്രൗഢി തോന്നുന്ന ഒരു നിർമ്മിതി തന്നെയായിരുന്നു ഈ അമ്പലത്തിൻ്റെ. ഉള്ളിലേക്ക് പ്രവേശനമില്ലായിരുന്നു, അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഭാഗങ്ങൾ ചിത്രീകരിച്ചു. ഇപ്പോഴും ഇവിടെ നിത്യപൂജയുണ്ടോ എന്നറിയില്ല, പക്ഷേ അമ്പലം നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിലുള്ള പല ഭാഗങ്ങളും തകർന്നു പോയിട്ടുമുണ്ട്. 1605 മധുരൈ നായ്ക്കർ രാജാവായ മുത്തുകൃഷ്ണപ്പ നായ്ക്കറാണ് ഈ കോട്ട നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ കോട്ട മൈസൂർ രാജ്യത്തിന് കൈമാറി. പിന്നീട് ഹൈദരാലിയും ടിപ്പു സുൽത്താനും കോട്ട കീഴടക്കി. ഈ കോട്ട തന്ത്രപ്രധാനമായിരുന്നു. 1799 പോളിഗർ യുദ്ധ സമയത്ത് ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. പക്ഷേ ഇന്ന് ഈ കോട്ടയും അമ്പലവും ശരിക്കും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കാണുവാനും അതുപോലെ തന്നെ. പുറത്തുനിന്ന് ഇതിൻ്റെ അകഭാഗം കണ്ടപ്പോൾ ശരിക്കും ഉള്ളിലേക്ക് കയറണമെന്ന് തോന്നി. പക്ഷേ പ്രവേശനം തടഞ്ഞിരിക്കുന്നതിനാൽ കയറാൻ സാധിച്ചില്ല. അമ്പലത്തിന് ഇടതുവശത്തായിട്ടാണ് ഈ കാണുന്ന കൽമണ്ഡപം ഉള്ളത്. മധുരയിലെ പോലെ വലിയൊരു കൽമണ്ഡപമായിരുന്നിരിക്കാം, കാലത്തിൻ്റെ പഴക്കം മൂലം നശിച്ചതുമായിരിക്കാം. കൽമണ്ഡപത്തോട് ചേർന്ന് തന്നെ ഇങ്ങനെയും ഒരു കെട്ടിട ഭാഗം ഇവിടെയുണ്ട്. മുമ്പ് പ്രതിഷ്ഠയുണ്ടായിരുന്ന ശ്രീകോവിലുകളായിരിക്കാം, പക്ഷേ ഇന്ന് പ്രതിഷ്ഠകളൊന്നുമില്ല, പകരം പൂട്ടിയിട്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണിത്. എങ്ങനെയാണ് ഇവിടെ നിന്നിട്ടുള്ളൊരു അനുഭവം പറഞ്ഞറിയിക്കുക എന്നറിയില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ഡിണ്ടിഗൽ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയും പല ഭാഗങ്ങൾ പൊളിഞ്ഞു കിടക്കുകയാണ്. കോട്ടയിലെയും അമ്പലത്തിലെയും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങി. ഈ കാണുന്ന പാറപ്പുറം ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളതാണ്. ഇവിടെ വരുന്നവരെല്ലാവരും അതിനെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുകയും വേണം. എന്തായാലും വന്നത് നഷ്ടമായില്ല.
അത്രമാത്രം ഓർമ്മകളും കാഴ്ചകളും സമ്മാനിച്ചു ഈ ഇടം. എന്തായാലും കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. 5 മണിക്ക് നമുക്ക് അമൃത എക്സ്പ്രസ് തിരിച്ച് തിരുവനന്തപുരം വരെയുണ്ട്. തൃശ്ശൂരിൽ നിന്നും 95 രൂപയാണ് ഡിണ്ടിഗലിലേക്കുള്ള ചാർജ്. പിന്നീട് ഈ കോട്ടയിലേക്കുള്ള പ്രവേശന ഫീസ് 25 രൂപ. ഭക്ഷണത്തിന് എന്തെങ്കിലും കൂട്ടിയാലും ഏകദേശം 100 രൂപയെ വരുന്നുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടു മടങ്ങാവുന്ന കാഴ്ചയാണ്. പക്ഷേ ഡിണ്ടിഗലിലെ കാഴ്ചകൾ ഞങ്ങൾ ഈ വീഡിയോയോട് കൂടി അവസാനിപ്പിക്കുന്നില്ല. ഇനിയും ഡിണ്ടിഗലിലെ കാഴ്ചകൾ വരുന്നുണ്ട്. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.